ഓരോ മാച്ച് കഴിയുമ്പോഴും അടുത്ത മാച്ചിൽ മുംബൈ ടീം ശരിയാകും, മുംബൈ ടീം ജയിക്കുമെന്ന പ്രതീക്ഷ നിതാം അംബാനിക്കുണ്ടായിരുന്നു. ഒടുവിൽ ഇപ്പോൾ ഇന്ന് ലക്നൌവിനെതിരെ മുംബൈ തോറ്റിരിക്കുകയാണ്. ഇതോടുകൂടി എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു. മുംബൈ ടീം IPL നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇന്ന് ലക്നൌവിനെതിരെ തോറ്റ ശേഷം നിതാം അംബാനി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിതാം അംബാനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഈ ഒരു സീസണിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു, എന്നാൽ അതെല്ലാം പാണ്ഡ്യ തകർത്തെറിഞ്ഞു. അവൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇപ്രാവശ്യം മുംബൈ ടീം കപ്പ് നേടുമെന്നായിരുന്നു ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ എനിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. അവനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. പോരാത്തതിന് പ്ലേ ഓഫ് പോലും കാണാതെ ഞങ്ങൾ പുറത്തായിരിക്കുകയാണ്. ഇതിനേക്കാൾ മോശം ക്യാപ്റ്റൻസി മറ്റൊരു ക്യാപ്റ്റനും കാഴ്ചവെക്കില്ല. പാണ്ഡ്യയ്ക്ക് ഞങ്ങൾ ഇനിയൊരു അവസരം കൊടുക്കില്ല. ഈ ഒരു സീസണിൽ മാത്രമായിരിക്കും പാണ്ഡ്യ മുംബൈ ടീമിൻ്റെ ക്യാപ്റ്റൻ. അടുത്ത വർഷം രോഹിത് ശർമ്മയെ തന്നെ തിരിച്ച് ക്യാപ്റ്റനാക്കും. ഒരു സീസൺ കൂടി നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി എന്താണെന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞു. മുംബൈ ടീം ശരിക്കും തകർന്നിരിക്കുകയാണ്. ഈ വർഷം പ്ലേ ഓഫ് കാണാതെ പുറത്തായതിൽ ഒരുപാട് വിഷമമുണ്ട്. അടുത്ത സീസണിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് നിതാം അംബാനി വ്യക്തമാക്കി. പാണ്ഡ്യയെ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം നാശമായിരിക്കുകയാണ്. ഇനി അവർക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. രോഹിത് ശർമ്മ മികച്ച രീതിയിലാണ് മുംബൈ ടീമിനെ മുന്നോട്ട് നയിച്ചത്. പക്ഷേ അവർക്ക് പാണ്ഡ്യയെ മതി. ഇതോടുകൂടി മുംബൈ ടീം ഡൗണായി. ഈ സീസണിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനായെങ്കിൽ ഒരുപക്ഷെ മുംബൈ ടീം പ്ലേ ഓഫിലെത്തിയേനെ. പക്ഷേ മാനേജ്മെൻറ്റിന് അതിന് സമ്മതമല്ല. എന്നാൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതാണിപ്പോൾ നിതാം അംബാനി പറഞ്ഞിരിക്കുന്നത്. അടുത്ത സീസണിൽ നമുക്ക് രോഹിത് ശർമ്മയെ വീണ്ടും ക്യാപ്റ്റനായി കാണാൻ സാധിക്കും. പാണ്ഡ്യ മുംബൈ ടീമിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.